അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ച പ്രഭാത സമയത്തിൽ നമ്മെ സൃഷ്ടിച്ച് ഇന്നയോളം സൂക്ഷിച്ച് പരിപാലിച്ച് നമ്മളെ തൻ്റെ വചനത്താൽ പുതിയ ജനനത്തിലേക്ക് അവകാശമായി പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മെ സ്നേഹിച്ച് പരിപാലിക്കുന്ന സ്നേഹധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു അവസരം കൂടി കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി നമുക്ക് നൽകി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ അത്യധികമായിട്ട് സ്തുതിക്കുന്നു. ഈ ദിവസം പ്രത്യേകിച്ച് ഒരു പുതിയ ആഴ്ച കൂടി ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലും സംഘടനകൾ തമ്മിലും സഭകൾ തമ്മിലും ദൈവവചനത്തിൽ പറയുന്ന ഒരു ഐക്യത്തിൻ്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ഈ സമയങ്ങളിൽ ഒന്നിൽ നമ്മുടെ കർത്താവ് തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ഈ ലോകത്ത് നമുക്കറിയാം, സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യരെല്ലാം കഷ്ടസമ്പൂർണനാണെന്ന് തിരുവെഴുത്ത് പറയുന്നത്. അതിൽ ആർക്കും ധനവാനോ വിദ്യാഭ്യാസമുള്ളവനോ കുടുംബ മഹിമയുള്ളവനോ വസ്തുസമ്പത്തുകളുള്ളവനോ ഒന്നും വ്യത്യാസമില്ല. ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടങ്ങൾ അവരനുഭവിച്ചു വരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് ആകുന്ന ഒരു പ്രത്യാശ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. എന്നാൽ നമുക്കറിയാം, കണ്ണുനീരില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, ദുഃഖമില്ലാത്ത, സന്തോഷത്തിൻ്റെ ഇമ്പങ്ങളുടെ ഒരു പറുദീസ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ആർക്ക് വേണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. 1 രൂപ പണച്ചെലവില്ലാതെ, ഒരു കായികാധ്വാനമില്ലാതെ നമുക്ക് രക്ഷ, ഇത്ര വലിയ ഒരു രക്ഷ ഈ ഭൂമിയിൽ ആർക്കും കൊടുത്തിട്ടില്ല. രക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രക്ഷിക്കുന്നവൻ്റെ ശക്തിയിലും ബലത്തിലുമാണ് രക്ഷിക്കപ്പെടുന്നവൻ്റെ ശക്തിയും അല്ലെങ്കിൽ അവൻ്റെ ബലഹീനതയും എല്ലാം ചിന്തിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിവക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, നമ്മെ രക്ഷിച്ചത് മറ്റാരുമല്ല, നമ്മെ സൃഷ്ടിച്ചവനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം ആരെക്കുറിച്ച് സംസാരിച്ചത്? മെസ്സിഹയെക്കുറിച്ച്, വരുവാനുള്ളവനെ കുറിച്ചാണ് എല്ലാ പ്രവചനങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മോശ തുടങ്ങിയുള്ള സകല പ്രവാചകന്മാരും എഴുതി അല്ലെങ്കിൽ വായിച്ച് സംസാരിച്ചു പോന്ന ഒരുവൻ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. എന്നാൽ ആ യേശുക്രിസ്തു, അവനെക്കുറിച്ച് പഴയ നിയമ തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരുന്നതിൻ്റെ കാല സമ്പൂർണതയെങ്കിൽ അവൻ ഈ ഭൂമിയിലേക്ക് ജഡമെടുത്ത് വന്നു. ഹല്ലേലൂയ. അങ്ങനെ ജഡമെടുത്ത് വന്നവൻ ഈ ഭൂമിയുടെ മുഖത്ത്, കൃത്യമായി പറഞ്ഞാൽ ഈ ഭൂമിയുടെ സെൻട്രൽ ഭാഗത്ത് അവൻ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. നമ്മിൽ ഒരുവനെ പോലെ ജീവിച്ചു. അതിനുശേഷം തന്നെക്കുറിച്ച് എഴുതപ്പെട്ടതൊക്കെയും നിവർത്തിച്ചുകൊണ്ട് അവൻ ദുഷ്ടന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട്, ജാതികളുടെ കൈയാൽ ഏൽപ്പിക്കപ്പെട്ട്, അവൻ കൊല ചെയ്യപ്പെട്ട്, തിരുവെഴുത്തുകൾ പ്രകാരം ജനിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്തു. അവൻ ഇന്നും ജീവിക്കുന്നു. പിന്നീട് താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെല്ലാം അവരുടെ ശിഷ്യന്മാരും അവനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിച്ചാൽ ബൈബിളിൽ ഒരു കഥാപാത്രമേ ഉള്ളൂ, നാം സേവിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. എന്നാൽ ബൈബിൾ വെളിപ്പാടില്ലാതെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ബൈബിളിൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ യേശുക്രിസ്തുവിനെ കുറിച്ച് നേരിട്ടുള്ള ഒരു വാക്യവും ഉന്നയിച്ചിട്ടില്ല. ക്രിസ്തു എന്ന പദമോ യേശു എന്ന പദമോ അവിടെ എങ്ങും ഉപയോഗിച്ചിട്ടില്ല. പഴയ നിയമം ഉടനീളം പ്രസ്താവിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കുറിച്ചാണ്. എന്നാൽ യേശു പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എല്ലാം എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു സബത്ത് നാളിൽ യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവൻ്റെ അടുക്കൽ എന്ത് കൊടുത്തു? അവന് വായിക്കാൻ ഒരു പുസ്തകം കൊടുത്തു. പുസ്തകം തുറന്ന് പൊട്ടിച്ചിട്ട് ഒരു ഭാഗം വായിച്ചു. ഏത് ഭാഗം വായിച്ചു? യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 61-ാമത്തെ അധ്യായത്തിലെ ചില കാര്യങ്ങൾ മാത്രം അവൻ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ഭാഗം വായിക്കാം. ഞാനിത് ചിന്തിച്ചു വന്നൊരു കാര്യമല്ല, എങ്കിലും 61 യെശയ്യാവ് 61 അത് തന്നെ വായിച്ചു.
വായിച്ചോളൂ. എളിയവരുടെ സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും മതി. കർത്താവിന്റെ കയ്യിൽ കൊടുക്കപ്പെട്ട പുസ്തകം ഏതായിരുന്നു? യെശയ്യാവിന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം കർത്താവിന്റെ കയ്യിൽ കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ സംഭവം വായിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ലൂക്കോസ് 18 4:12 കേട്ടോ. അവൻ വളർന്ന് നസറത്തിൽ വന്നു. ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ച് അയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. മതി. ഇവിടെ നമുക്കറിയാം, കർത്താവ് നസ്രത്തിൽ താൻ വളർന്ന് നസ്രത്തിൽ വന്നു. സബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ചില ആളുകൾ യേശു 12 വയസ്സിന് ശേഷം 18 വയസ്സ് വരെ എവിടെ പോയി, അല്ല 30 വയസ്സ് വരെ എവിടെ പോയി എന്ന് ചോദിച്ച് വലിയ വലിയ ഉപദേശങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അല്ലേ? യേശു 18 വർഷക്കാലം എവിടെയായിരുന്നു തെളിവൊന്നുമില്ല. അവരൊരു ഉപദേശം ഉണ്ടാക്കി. യേശു കാശ്മീരിൽ വന്നിട്ട് പിന്നെ ഇന്ത്യയിലുള്ള മാർഷൽ ആർട്ടൊക്കെ പഠിച്ച് ഇവിടെ ജീവിച്ചു, എന്നിട്ട് കാശ്മീരിൽ മരിച്ചു അടക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഉപദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് ബൈബിൾ പറയുന്ന ഈ കാലഘട്ടങ്ങളിൽ യേശു എവിടെയും ഉണ്ടായിരുന്നതായിട്ട് തെളിവില്ലെന്നാണ് പറയുന്നത്. എന്നാൽ യേശു എവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് നമ്മളിപ്പോൾ വായിച്ചത്. അവൻ എന്ത് ചെയ്തു? അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ പതിവായിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുക. വേറൊരു വാക്യമുണ്ട്, അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും അമ്മയപ്പന്മാരെ അനുസരിച്ച് ദൈവവചനത്തെ അനുസരിച്ച് കീഴ്പ്പെട്ടു പോകുന്നു എന്നൊരു വാക്യമുണ്ട്. അപ്പം അവൻ്റെ പ്രായത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്ന് മാതാപിതാക്കളെ കീഴ്പ്പെട്ട് അനുസരിച്ച് പോന്നു. മറ്റൊരു വാക്യത്തിൽ പറയുകയാണ്, അവൻ എന്ത് ചെയ്തു? അവൻ പതിവ് പോലെ ശബ്ബത്തിൽ വന്ന് പള്ളിയിൽ ചെന്ന് വായിപ്പാൻ നിന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നിന്നപ്പോൾ അവന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കിയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തു. ഹല്ലേലൂയ. യെശയ്യാ 63 നമ്മൾ അങ്ങനെയാണ് വായിച്ചത്. ഒരു ഭാഗം വന്നപ്പോൾ യേശു എന്ത് ചെയ്തു? നിർത്തിയിട്ട് പുസ്തകം മടക്കി ആർക്ക് കൊടുത്തു? ശുശ്രൂഷകന് കൊടുത്തു. യെശയ്യാ 63 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം കർത്താവ് വായിക്കാതെ അവിടെ നിർത്തിയിട്ട് പുസ്തകം കൊടുത്തു. എന്താണ് ആ വാക്യം? ആ വാക്യം എങ്ങനെയായിരുന്നു? യഹോവയുടെ പ്രസാദ വർഷവും പിന്നെ നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കാൻ. അപ്പൊ അയച്ചേക്കുന്ന എന്തിനു വേണ്ടിയാണ്? 2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാ. ഒന്ന്, പ്രസാദ വർഷം പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. അവനെക്കുറിച്ചുള്ള പ്രവചനം എന്താണ്? പ്രസാദ വർഷവും പ്രതികാര ദിവസവും പ്രസംഗിക്കേണ്ടവൻ അവനാണ്. ഹല്ലേലൂയ. എന്നാൽ താൻ ഈ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിക്കാൻ വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വായിച്ചിട്ട് പുസ്തകം മടക്കി കൊടുത്തു. ഹല്ലേലൂയ. അവിടെ പുതിയ നിയമത്തിൽ എഴുതാപ്പെട്ട മിസ്സായി പോയ കാര്യമൊന്നും അല്ല അത്. ആണോ? അല്ല. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങോട്ട് നമ്മൾ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ വേലക്കാരനായി അവൻ്റെ മുമ്പാകെ നിൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ
അതിന് ഇംഗ്ലീഷ് വാക്യം അങ്ങനെയല്ല. ഇംഗ്ലീഷ് വാക്യം എങ്ങനെയാണ്? ടു റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞത്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ എങ്ങനെ ചെയ്യണം? ശരിയായിട്ട് മുറിക്കണം. ഹല്ലേലൂയ. അപ്പം ശരിയായിട്ട് മുറിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലേക്കും എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അതത് കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന പ്രസാദ വർഷവും പ്രതികാര ദിവസവും തമ്മിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി എത്ര ആയിരം വർഷത്തെ വ്യത്യാസമുണ്ട്. ബൈബിളിലെ യെശയ്യാ പ്രവചനം 63 നമ്മൾ വായിച്ചെഴുതിയ വാക്യത്തിലെ പ്രസാദ വർഷത്തിനും പ്രതികാര ദിവസത്തിനും ഇടയിൽ എത്ര വർഷങ്ങളുണ്ട്? മിനിമം 2000 വർഷം ഇപ്പൊ തന്നെ ഉണ്ട് അല്ലേ? അപ്പം ദൈവത്തിന്റെ വചനത്തെ നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴും കോണ്ടെക്സ്റ്റലായിട്ടാണ്, അതിന്റെ പശ്ചാത്തലത്തെ അനുസരിച്ചും ഇണവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും പഠിക്കണം. അപ്പം ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിലും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളവൻ പുരുഷൻ യേശു ക്രിസ്തുവാണ്, പുതിയ നിയമത്തിലും യേശു ക്രിസ്തുവാണ്. യേശുവിനെ പ്രസംഗിക്കാത്ത, യേശുവിനെ ഉയർത്താത്ത സഭകളും യേശുവിനെ പ്രസംഗിക്കാത്ത പ്രസംഗകരും അവരുടെ ചെയ്യുന്ന ജോലി വെറും വയറ്റിയപ്പഴപ്പാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലൂക്കോസ് 24-ാം അധ്യായത്തിൽ പറഞ്ഞു, അല്ലയോ മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ പറഞ്ഞതൊക്കെയും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇതൊക്കെയും സഹിച്ച് മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതല്ലയോ എന്ന് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപവുമായി യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കേണ്ടതാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെല്ലാം തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണോ? എഴുതപ്പെട്ടതെല്ലാം യേശുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. പഴയ നിയമ പ്രവാചകന്മാരിൽ ഇരുന്നതും യേശുവാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരിലും ഇരുന്നത് യേശുവാണ്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശത്താൽ പണിയപ്പെട്ടു വരുന്ന പുതിയ നിയമസഭയുടെ വിശ്വസ്തരായ ഭക്തന്മാരുടെ ഉള്ളിലും വിശ്വസ്തരായ വിശുദ്ധന്മാരുടെ ഉള്ളിലും ഇരിക്കേണ്ടത് ആരാണ്? യേശു ഇരിക്കണം. യേശു ഇരിക്കുന്നില്ലെങ്കിൽ, യേശുവില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥമാണ്. നമ്മൾ ഒരുപാട് പ്രസംഗിച്ചു. നമ്മൾ ഒരേ പഴയ നിയമത്തിലെ കുറെ കഥാപാത്രന്മാരെ ഉയർത്തി, അവിടെ ശിംശോനെ ഉയർത്തി, ദാവീദിനെ ഉയർത്തി, ഗിദെയോനെ ഉയർത്തി, ദാനിയേലിനെ ഉയർത്തി, ഏലിയാവിനെ ഉയർത്തി, മോശയെ ഉയർത്തി. ഇതെല്ലാം ചെയ്താൽ ആരെങ്കിലും മാനസാന്തരപ്പെടുമോ? ഒരാളും മാനസാന്തരപ്പെടുകയില്ല. അവരെല്ലാം യേശുവിനെ ഉയർത്താൻ വേണ്ടി വന്നവരാണ്. പക്ഷേ അവർ ഭാഗമായിട്ടാണ് അവർക്ക് അതിൻ്റെ റെവലേഷൻ ലഭിച്ചുള്ളൂ. അവർക്ക് ലഭിച്ചതെല്ലാം പാർട്ട് ബൈ പാർട്ടായിട്ടാണ്. ഹല്ലേലൂയ. അവർക്ക് ലഭിച്ച വെളിപാട് അല്പാൽപമായതുകൊണ്ട് അവർക്ക് വെളിപ്പെട്ട സത്യത്തെ മാത്രം അവർ വെളിപ്പെടുത്തി. എന്നാൽ അപ്പോഴും പഴയ നിയമത്തിൽ ക്രിസ്തു മറഞ്ഞിരിക്കുന്ന മർമ്മമായിരുന്നു. എന്തിനധികം അപ്പോസ്തലനായ പൗലോസിന് പോലും യേശു ക്രിസ്തു മറഞ്ഞിരിക്കുന്നവനായിരുന്നു. എന്നാൽ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ അവന് തനിക്ക് മറഞ്ഞിരുന്ന യേശു താൻ പഠിപ്പിച്ചു വന്ന യഹോവയാണ് എന്ന് അവന് വെളിപ്പെട്ടു. ഹല്ലേലൂയ. പിന്നീട് ഒരിക്കലും അവന്റെ പ്രസംഗം ന്യായപ്രമാണമായിരുന്നില്ല. അവന്റെ പ്രസംഗം പിന്നെ എന്തായിരുന്നു? അവന്റെ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന എന്താണ്? അവനെ എവിടെ ചെന്നു? ആരുടെ പ്രസംഗകനായിരുന്നു അവൻ? ആരാണ് അവനെ പ്രസംഗിക്കാൻ നിയോഗിച്ചത്? ആർക്ക് വേണ്ടിയാണ് അവൻ പ്രസംഗിച്ചത്? ആരെയാണോ അവൻ പഴയ നിയമത്തിൽ ഉയർത്തി സംസാരിച്ചു വന്നത്? ആ പ്രസംഗത്തിന്റെ രീതി മാറിയിട്ട് താൻ പഠിച്ചു വന്നിരുന്ന ആ പുസ്തകങ്ങളിൽ തനിക്ക് മറഞ്ഞു കിടന്ന ക്രിസ്തുവിനെ അവൻ ഉയർത്തി. അതുകൊണ്ട് അവനെ പ്രസംഗിക്കാൻ അയച്ച ഇടങ്ങളിൽ, അല്ലെങ്കിൽ അവനെ അയച്ച് നിയോഗിച്ച സെൻഹെദ്രിൻ സംഘത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ സഭയിൽ ശബ്ബത്ത് തോറും പള്ളികളിൽ ചെന്നിട്ട് അവൻ പിന്നെ പ്രസംഗിച്ചത് എന്താണ്? യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ചുകൊണ്ട് അവരെ എന്ത് ചെയ്തു? മിണ്ടാതാക്കി കളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ അനേക സഭകൾക്ക് യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ ദൈവം എന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റില്ല. യേശുവിനെ അവർ പ്രസംഗിക്കും. എന്തായിട്ട് പ്രസംഗിക്കും? യേശു ദൈവത്തിൽ ഒരാൾ എന്ന നിലയിൽ പ്രസംഗിക്കും. ആ പ്രസംഗത്തിന് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് ആ പ്രസംഗത്തിൽ സൗഖ്യമൊക്കെ സംഭവിക്കും. പക്ഷേ ഒരാളെയും നിത്യതയിൽ എത്തിക്കാൻ ആ പ്രസംഗത്തിന് കഴിയില്ല. നിങ്ങളുടെ ജഡത്തിൽ, നിങ്ങളുടെ അനുദിന ജീവിതത്തിലെ ആവശ്യങ്ങളുടെ നടുവിൽ അത്ഭുത പ്രവർത്തകനായി ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ യേശുവാണ് ഏക സത്യദൈവം എന്ന് പ്രസംഗിക്കുന്നില്ല എങ്കിൽ പ്രസംഗിച്ചോളം നാളുകളെ പ്രസംഗം വ്യർത്ഥമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ പ്രസംഗം എന്തായിരിക്കണം?
ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാം. യോഹന്നാൻ 1 അധ്യായം 45-ാമത്തെ വാക്യം. ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ട് അത് തന്നെ, നഥാനയേലിനെ കണ്ട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ആരാണ്? യേശു ശിഷ്യനായ ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ടിട്ട് പറയുകയാണ്, അന്നത്തെ മതപണ്ഡിതന്മാർക്ക്, ശാസ്ത്രിമാർക്ക് കണ്ടെത്താൻ കഴിയാത്തവനെ കണ്ടിട്ട് ഫിലിപ്പോസ് നഥാനയേലിനോട് പറയുകയാണ്, we have found him of whom Moses in the law and the prophets wrote about in the law. ഹല്ലേലൂയ. മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിന് കാണാൻ കഴിഞ്ഞിട്ടില്ല. മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് എഴുതിയിട്ടില്ല. അവൻ ആരാണ്? അവൻ സാക്ഷാൽ നസറത്തുകാരൻ യേശുവാണ്. ഹല്ലേലൂയ. ആ യേശുവിനെ കുറിച്ചാണ് മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണത്തിൽ എല്ലാം എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. ഞാൻ ആമുഖമായി പറഞ്ഞതാണ്, പഴയ നിയമത്തിലെ ആളുകൾ അല്പാൽപമായി സംസാരിച്ചവൻ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തു കാലത്തിന്റെ സമ്പൂർണതയിൽ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സമയത്ത്, പ്രവൃത്തി വെളിപ്പെടേണ്ട സമയത്ത് അവൻ ബേത്ലഹേമിൽ ജനിച്ചു. ഹല്ലേലൂയ. ഗലീല തെരുവോരങ്ങളിൽ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് യഹൂദന്മാരാൽ പിടിക്കപ്പെട്ട് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് ക്രൂശിൽ അടയ്ക്കപ്പെട്ട് അവനെ കൊന്നുകളഞ്ഞപ്പോൾ മനുഷ്യർ വിചാരിച്ചു എല്ലാം അവസാനിച്ചു എന്ന്. എന്നാൽ ഹല്ലേലൂയ, അവനെക്കുറിച്ച് പ്രവചിച്ചതുപോലെ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് ചരിത്രത്തിന്, ലോകത്തിന് മുമ്പിൽ ഇന്നും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആളുകൾക്ക് മനസ്സിലാക്കാത്ത ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിയിൽ മനുഷ്യരുടെ മറ്റൊരു നാമമില്ല. യേശുവെന്ന നാമമല്ലാതെ മറ്റൊരു മതപണ്ഡിതന്മാർക്കും മറ്റൊരു മതത്തിന്റെ എന്താ പറയുക, പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്കോ ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. അവർക്കെല്ലാം നിങ്ങളെ ചില ബ്ലോക്കുകളിൽ കൊണ്ടിടാൻ കഴിയും. എന്നാൽ നിത്യതയിൽ എത്തിക്കുവാൻ, പുത്രത്വത്തിന്റെ അവകാശങ്ങളെ നൽകുവാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് നസറായനായ യേശു ക്രിസ്തുവാണ്. അവൻ മറ്റാരുമല്ല, നിന്നെ ഉണ്ടാക്കിയ നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ ദൈവത്തിൽ നിന്നും നമുക്ക് വാഗ്ദത്തം ചെയ്ത് പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം. ഞാൻ ഇത്ര സമയം അതിൻ്റെ ഒരു മുഖവുരയിലേക്ക് മാത്രം കടക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്കിത് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 31-ഉം 32-ഉം വാക്യം വായിക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ വളരെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കത്തോലിക്ക പള്ളിയുടെയൊക്കെ ചുമരുകളിലും ഈ വാക്യം എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? മഠങ്ങളിലൊക്കെ ചുമരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം, നിങ്ങൾ അറിയുന്ന സത്യം എന്ത് ചെയ്യും? നിങ്ങളെ സ്വതന്ത്രരാക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് എഴുതി വെച്ചിരിക്കുന്നവര് ആ സത്യം അറിഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണോ? അല്ല, അവര് ചുമരുണ്ട്, പെയിന്റ് അടിച്ചിട്ടിട്ടുണ്ട്. ഇത് ദൈവത്തിന്റെ ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതിന്റെ പേരിൽ കുറേ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ആ വചനം അവരറിഞ്ഞ് ഇരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? ആ കെട്ടിനകത്ത് അവര് സ്വതന്ത്രമാകും. ഇവിടെ ഇപ്പം നമുക്ക് നോക്കി കഴിവത്തും മഠങ്ങളിലെല്ലാം ചുവരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ എഴുതി വെച്ച സത്യം അവരെ എന്ത് ചെയ്യുന്നില്ല? സ്വതന്ത്രരാക്കിയിട്ടില്ല. ഇനി ഇത് നിരന്തരം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സഭകളിൽ, പെന്തക്കോസ്ത് വരെയുള്ളവരിടത്തും സത്യം അറിഞ്ഞിട്ട് അവർ സ്വതന്ത്രരായിട്ടുണ്ടോ? ഇല്ല. അവർ പറയും, ഞങ്ങൾ സത്യം അറിഞ്ഞുകൊണ്ട് പാസ്റ്ററെ ഞങ്ങൾ സ്വതന്ത്രരായി, കത്തോലിക്ക സഭയുടെ അടിമത്തത്തിലായിരുന്നു എന്ന് പറയും. സത്യത്തിൽ അവർ അവിടുന്ന് വന്ന് എന്ത് ചെയ്തു? ഒരു വലിയ കുളത്തിൽ നിന്ന് ചാടി ഒരു ചെറിയ കുളത്തിൽ ചാടി. അല്ലേ ഉള്ളൂ സത്യം. സ്വതന്ത്രരായോ? സ്വതന്ത്രരാവണമെങ്കിൽ എന്തറിയണം? എന്താണ് സത്യം? യേശു പറഞ്ഞു സത്യം അറിയണം. ആ സത്യമാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്? സ്വതന്ത്രരാക്കും ചെയ്യും. അപ്പം ആരാണ് ഈ സത്യം? സത്യം എന്നാൽ യേശു കർത്താവാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ഞാനാണ് സത്യം, ഞാനാണ് മാർഗം,
ഞാനാണ് ജീവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് പോകണമെങ്കിൽ സത്യം നമ്മൾ സത്യമായി അറിയണം. സത്യത്തെ സത്യമായി അറിയുമ്പോൾ മാത്രമാണ് നമ്മൾ സ്വതന്ത്രരാകുന്നത്. ഇവിടെ യേശു ഇവിടെ വായിക്കുന്ന എങ്ങനെയാണ്? യോഹന്നാൻ എഴുതിയിരിക്കുന്നത് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് പറഞ്ഞത്. തന്നിൽ വിശ്വസിച്ച ഒരു ഇസ്രായേലിൻ്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിച്ച, മെസ്സിഹയാണെന്ന് വിശ്വസിച്ചവരോട് പോലും യേശു പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പം സത്യം യേശു ക്രിസ്തുവാണ് സത്യമെന്ന് അറിഞ്ഞാൽ, ആ അറിവ് നമ്മളെ സ്വതന്ത്രരാക്കിയാൽ ആ യേശുവിൽ നമ്മൾ വസിക്കണം. യേശുവിനോട് കൂടെ വസിക്കണം. യേശു നമ്മിൽ വസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നാണ് ദൈവത്തോട് കൂടെ വസിക്കുക, ദൈവം നമ്മിൽ വസിക്കുക. ദൈവം നമ്മിൽ വസിച്ചിട്ടല്ലാതെ, ദൈവത്തിൽ നാം വസിച്ചിട്ടല്ലാതെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ശാശ്വതമായ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെ വിശ്വസിച്ചവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വാസ്തവമായി ഇഫ് യു കണ്ടിന്യൂ ടു ബിലീവ് ഇൻ മീ, നിങ്ങൾ വിശ്വാസത്തിൽ തുടർന്നാൽ, നിങ്ങൾ വിശ്വസിച്ച വിശ്വാസത്തിൽ നിങ്ങൾ തുടർന്നാൽ, നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾ അൾട്ടിമേറ്റ്ലി ആ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയും. ഇന്ന് പലർക്കും സത്യത്തിൻ്റെ ഭാഗികമായ ഒരു അംശം മാത്രം മതി. സത്യത്തിൻ്റെ പൂർണ്ണത അവർക്ക് ആവശ്യമില്ല. സത്യത്തിൻ്റെ പൂർണ്ണത നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യത്തിൻ്റെ പൂർണ്ണത ഒരു സമ്പൂർണ്ണ മനസ്താപം, ഒരു സമ്പൂർണ്ണ മാനസാന്തരം ആവശ്യപ്പെടുന്നുണ്ട്. സത്യത്തിൻ്റെ പൂർണ്ണത ഒരു പൂർണ്ണമായ പാപബോധവും പശ്ചാത്താപവും, ഒരു പാപത്തെ ഒരു പരിപൂർണ്ണ കൺഫെഷനിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട്. സത്യത്തിൻ്റെ പൂർണ്ണത ഇന്ന് നിങ്ങൾ നിൽക്കുന്ന വിട്ട് സത്യത്തിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ നടക്കാൻ തുടങ്ങണം. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, നടന്നുകൊണ്ടേയിരിക്കണം. പഴയ നിയമത്തിലൂടെ വായിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, അല്ലേ? പിന്നെ അവനെ കണ്ടില്ല താനും. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ നടക്കുന്നവർക്ക് ഒരു സാക്ഷ്യം ലഭിക്കും, താൻ എടുത്തുകൊള്ളപ്പെടും എന്നുള്ള സാക്ഷ്യം ലഭിക്കും. ഈ സാക്ഷ്യത്തോടെ ഹാനോക്ക് നടന്നു മരിച്ചു. പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളോ പ്രാർത്ഥനകളോ ജീവിത രീതികളോ ഹല്ലേലൂയ ഈ ഉറപ്പ് നമുക്ക് നൽകുന്നില്ല എങ്കിൽ, ഈ ഉറപ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ കർത്താവിനോട് നടക്കുകയാണ്, എടുത്തുകൊള്ളപ്പെടൽ എന്നൊരു സത്യമുണ്ടെങ്കിൽ ഞാൻ അതിലുണ്ടാകും എന്ന് എനിക്ക് അറിയണമെങ്കിൽ എൻ്റെ ഉള്ളിൽ യേശു വസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചത്, നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? അപ്പം ഈ സത്യം നിങ്ങൾ അറിയണം. എന്താണ് ആ സത്യം? യേശു ക്രിസ്തു മാത്രമാണ് സത്യം. സത്യം എന്ന് വെച്ചാൽ ദൈവമാണ്. ദൈവം ഒരുവനെ സത്യവാനുള്ളൂ, അല്ലേ? യേശു പറഞ്ഞു, ദൈവം മാത്രം സത്യവാൻ, മനുഷ്യരെല്ലാം let God be true and all men a liar എന്നാ പറയുന്നത്. അപ്പം ദൈവം മാത്രമേ സത്യമുള്ളൂ. യേശു പറയാണ്, ഞാനാണ് സത്യം എന്ന് പറയുമ്പോൾ യേശു മറ്റൊരു ദൈവത്തെ സത്യവാൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യദൈവത്തെ നിഷേധിക്കണോ? അല്ല. ഒരാൾ പറയാണ്, ഈ സ്ഥാപനത്തിന്റെ മുതലാളി ഇയാളാണെന്ന് പറയുന്നു, തൊഴിലാളി കാണാതെ മറ്റൊരാളിനോട് പറയും ഞാനാണ് മുതലാളി എന്ന് പറയുന്ന പോലെയാണോ യേശുവിന്റെ വാക്യം? അല്ല. യേശുവാണ് ഹല്ലേലൂയ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഹല്ലേലൂയ സംസാരിച്ച, അല്ലെങ്കിൽ അവർ മുൻകണ്ടതും അപ്പോസ്തലന്മാർ പിൻകണ്ടതുമായ സത്യം എന്ന് പറയുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ, സാക്ഷാൽ ദൈവവും പിതാവുമായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ സത്യത്തിന് മാത്രമേ നമ്മളെ വിടുവിക്കാൻ കഴിയുള്ളൂ. ഈ സത്യത്തിന് നമുക്കറിയാം, ഈ സത്യമാകുന്ന യേശു ക്രിസ്തുവിന് അനവധി പേരുകൾ ബൈബിളിലുണ്ട്, പറഞ്ഞു തീരാത്ത പേരുകളുണ്ട്. ഈ പേരുകളൊക്കെ ഒരു കൺഫ്യൂഷനാണ് നമുക്ക്, അല്ലേ? അവിശ്വാസികൾക്ക് പറയും, യേശു ദൈവപുത്രനല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ദൈവമാകുന്ന യേശു ദൈവപുത്രനല്ലേ? യേശു മനുഷ്യപുത്രനല്ലേ? യേശു പുത്രനെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ ആ പുത്രനെ പിതാവാക്കുന്നതെന്ന് ചോദിക്കും. യേശു ദാവീദ് പുത്രനല്ലേ? യേശു സ്ത്രീയുടെ സന്തതിയല്ലേ? യേശു അബ്രഹാമിൻ്റെ സന്തതിയല്ലേ? യേശു ദാവീദിന്റെ വേരല്ലേ? യേശു ദാവീദിന്റെ വംശമല്ലേ? യേശു ചാരല്ലേ? പനീർ പുഷ്പമല്ലേ? യേശു താഴ്വരല്ലേ? താമരയല്ലേ? യേശു ഇരിക്കുന്നവനല്ലേ? ഇരുന്നവനല്ലേ? വരുന്നവനല്ലേ? യേശു ആൽഫയല്ലേ? ഒമേഗയല്ലേ? ആദ്യനല്ലേ? അന്ത്യനല്ലേ? യേശു ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അല്ലേ? യേശു രാജാതി രാജാവല്ലേ? യേശു കർത്താതി കർത്താവല്ലേ? യേശു ഉദയ നക്ഷത്രമല്ലേ? അവന് ദൈവവചനം എന്ന് പേരെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ
ഈ ഒരു ഇടർച്ചക്കല്ല് ദൈവം ഈ പുസ്തകത്തിൽ വെച്ചിട്ടുണ്ട്. അനേകർക്ക് യേശുക്രിസ്തു ആരാണ്? ഒരു ഇടർച്ചക്കല്ലും തടങ്കൽ പാറയാണ്. ആ യേശുവിനെ ദൈവത്തിൻ്റെ വെളിപ്പാടിനാൽ അറിയാതെ പോകുന്ന എല്ലാവർക്കും ഈ കല്ലിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ തട്ടി വീഴും. അവിടെ കിടക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ തട്ടി വീഴും. അപ്പോൾ യേശു പറഞ്ഞു, യോഹന്നാൻ 6 പറഞ്ഞു, അരളി ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. The word I spoke is life and truth. ഹല്ലേലൂയ. സത്യവും ആത്മാവും ജീവനും ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനമാകുന്നു. ആ വചനത്തെ പരിശുദ്ധാത്മാവിനാൽ വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ തട്ടി വീഴും. കാരണം ഇറ്റ് ഈസ് കോൾഡ് ടു ബി എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. തട്ടി വീഴുന്ന ഒരു വലിയ പാറക്കഷണമായി ദൈവവചനത്തിൽ യേശു നിൽക്കുകയാണ്. ക്രിസ്തു ദൈവത്തിൽ നിന്നുള്ളൊരു വെളിപ്പാട് ലഭിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വരെയും യേശു ക്രിസ്തു എന്ന് യേശുവിന്റെ ശിഷ്യന്മാർ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു പൗലോസിന് ഒരു ഇടർച്ചക്കല്ലായിരുന്നു, അല്ലേ? എന്നാൽ ആ ഇടർച്ചക്കല്ലിൽ അവൻ്റെ ഇടർച്ചക്കല്ലിലുള്ളവൻ്റെ മത്സരം കർത്താവ് പറഞ്ഞ് ഇരുമ്പാണിമേൽ ഉതയ്ക്കുന്നത് നിനക്ക് നല്ലതല്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയും ഒരു പലകയിലേക്ക് നിറച്ച് ഇരുമ്പാണി അടിച്ചു കയറ്റി ഇങ്ങനെ കൂർത്ത് നിൽക്കുക, അതിലേക്ക് നമ്മൾ തൊഴിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും? കർത്താവ് പറഞ്ഞ അങ്ങനെയാണ്, നീ എനിക്കെതിരെയുള്ള നിന്റെ ഈ പോരാട്ടം നിനക്ക് നല്ലതല്ല. ഹല്ലേലൂയ. സത്യ ഏക ദൈവമായ യേശു ക്രിസ്തുവിനെതിരെ പൗലോസ്, അന്നത്തെ സൗൾ ഇരുളിൽ നിന്നുകൊണ്ട് അവനെ സമീപിച്ചുള്ള പ്രവർത്തനങ്ങൾ അവന് നല്ലതല്ല എങ്കിൽ ഇരുട്ടിൽ നിന്നുകൊണ്ട് യേശു കേവലം ദൈവപുത്രനാണ്, മനുഷ്യപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവൃത്തിയും നിങ്ങൾക്ക് നല്ലതല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. യേശുവിനെ വാസ്തവമായും ദൈവമായി ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട്. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മറഞ്ഞു കിടക്കുന്ന മർമ്മമാണ് യേശു ക്രിസ്തു എന്ന് നമുക്കറിയാം. അപ്പോൾ ആ യേശുവിനെ തിരുവെഴുത്തിൻ പ്രകാരം അറിയുന്നില്ല എങ്കിൽ നമുക്ക് തെറ്റുപറ്റിപ്പോകും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കണം. 15 7-ാമത്തെ വാക്യം വെച്ച്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ പറയാണ്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഷാൽ ബി ഗിവൺ അൺടു യു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എൻ്റെ വചനം നിങ്ങളിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ, അപ്പോൾ യേശുവിനോടുകൂടെ വസിക്കുക, യേശു നമ്മിൽ വസിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യേശുവാണ് നമ്മിൽ വസിക്കുന്നതെങ്കിൽ, യേശുവിൻ്റെ വചനത്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ. നമുക്ക് ഇന്ന നഷ്ടങ്ങൾ വരുമെന്ന് വിചാരിക്കേണ്ടതില്ല. പക്ഷേ ഈ കാര്യത്തിൽ നമുക്ക് എന്ത് വേണം? ഉറപ്പ് വേണം. യേശു എന്നിൽ വസിക്കുന്നു, ഞാൻ യേശുവിൽ വസിക്കുന്നു. യേശു എന്നിൽ വസിക്കുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും യേശുവിന് ചെല്ലാൻ കഴിയാത്ത, യേശുവിന് പാടില്ലാത്ത ഒരു കൂട്ടായ്മയിലേക്ക്, യേശു ഇല്ലാത്ത ഒരിടത്തിലേക്ക്, യേശു ഇല്ലാത്ത മനുഷ്യരുടെ സംവിധാനങ്ങളിലേക്ക് എനിക്ക് കടന്നു പോകാൻ കഴിയില്ല. അങ്ങനെ പോകേണ്ടി വരികയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? യേശുവിനെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് വേണം പോകാൻ. അങ്ങനല്ലേ? എന്നാൽ ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യും? ആരാധനയ്ക്ക് പോകുമ്പോൾ അവിടെ ആരാധിക്കും, യേശു വേണം. പക്ഷേ അവനവൻ്റെ സ്വകാര്യ ജീവിതങ്ങളിലേക്ക്, ബിസിനസ്സുകളിലേക്ക് എല്ലാം പോകുമ്പോൾ യേശുവിനെ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഹല്ലേലൂയ. എന്നാൽ യേശുവിനോടൊപ്പം വസിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ആദ്യം നമുക്ക് വേണ്ടിയത്? ഒരു പൂർണ്ണമായ അനുതാപമാണ്. ഹല്ലേലൂയ. ഒരു യഥാർത്ഥമായ അനുതാപമില്ലാത്ത ഹൃദയത്തിലേക്ക് ആര് വരില്ല? കർത്താവ് വരില്ല. നമ്മൾ ഭാഗികമായി അനുതാപിച്ചതൊന്നും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ റിസർവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവനോട് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് മാനസാന്തരമൊക്കെ ഇഷ്ടപ്പെട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു. പക്ഷേ ആ പുള്ളിയോട് ഞാൻ മിണ്ടുകയല്ല, അല്ലേ? കണ്ടാലും മിണ്ടുകയല്ല, ഇല്ലെങ്കിൽ എതിരെയുള്ള മറ്റുള്ളവർ പറയുമ്പോഴും പറയും. അതുപോലെ ഞാൻ ഇന്നൊരു ശീലം എനിക്കുണ്ട്, അത് ഞാൻ ആരോടും അത് ഉപേക്ഷിക്കാൻ പോകുന്നത്, അത് എൻ്റെ വ്യക്തിപരമായ ശീലമാണ്, സ്വഭാവമാണ്. അത് എനിക്ക് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
അങ്ങനെ റിസർവേഷൻ വയ്ക്കാൻ പറ്റുമോ? യേശുവാണ് വസിക്കുന്നെങ്കിൽ പിന്നെ എന്തായിരിക്കും? എല്ലാ പ്രവർത്തികളും, എല്ലാ ഇടപാടുകളും, എല്ലാ കാഴ്ചകളും, എല്ലാ കേൾവികളും ആരിലൂടെ ആയിരിക്കും? ഫിൽറ്റേഡ് ആയിരിക്കും. യേശുവിലൂടെ ആയിരിക്കും അത് സംഭവിക്കുക. അപ്പോൾ ഇന്നിന്ന സ്വഭാവങ്ങൾ ഞാൻ മാറ്റുകയില്ല, അതെനിക്ക് നന്മയെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ യേശുവിൽ വസിക്കാൻ പറ്റൂ? അവിടെ യേശുവിന് നമ്മൾ എന്ത് കൊടുക്കണം? പൂർണ്ണമായി കൊടുത്താൽ മാത്രമേ യേശു എന്ത് ചെയ്യുള്ളൂ? അവിടേക്ക് വരുള്ളൂ. നമ്മൾ 50% ഹൃദയം യേശുവിന് നിനക്ക് തരാം, 50% എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ മോനെ എനിക്ക് താല്പര്യമില്ല എന്നല്ലേ യേശു പറയുള്ളൂ? അതോ പറയുമോ കുഴപ്പമില്ല, നിന്റെ താല്പര്യമായിട്ട് നീ പൊക്കോ, എൻ്റെ താല്പര്യമായിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പറയുമോ? ഇല്ല. അപ്പം കർത്താവ് തന്നെ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളത്, ദൈവമക്കളാകാൻ നമ്മൾ എല്ലാം ദൈവത്തിന് കൊടുക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യണം? പൂർണ്ണമായത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കൊടുക്കാൻ. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിന് എന്തുണ്ടാകരുതെന്നാണ് യോഹന്നാൻ പറഞ്ഞത്. ഹൃദയം നമ്മളെ എന്ത് ചെയ്യരുത്? കുറ്റം വിധിക്കരുത്. നമ്മൾ ചെയ്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യസ് ഉണ്ട്, മനസാക്ഷിക്കടിയുണ്ട്. എന്നിട്ട് നമ്മൾ പുറമേ നടിക്കുകയാണ്, ഞാനൊരു വിശ്വസ്തനാണ്, നീതിമാനാണെന്നൊക്കെ നടിച്ചാൽ അവിടെ നമ്മുടെ ഹൃദയം ഏറ്റവും ആദ്യം നടക്കുന്ന ഒരു കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ഒരു പോരാട്ടം നടക്കുന്നത് നമ്മളിലുള്ള ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ, നമ്മുടെ മനസാക്ഷിയും ദൈവവചനത്തിലുള്ള നമ്മളുടെ വിശ്വാസവും സംബന്ധിച്ച് ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കും. ഇത് രണ്ടും ഉള്ളപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമില്ല. ഹല്ലേലൂയ. ദൈവത്തോട് നമുക്കൊരു പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടെങ്കിൽ, അവിടെ ദൈവം നമ്മൾ തമ്മിൽ ഒരു ഒഴുക്കുണ്ടെങ്കിൽ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് അവിടെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് യാതൊരു തരത്തിലെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് യോഹന്നാൻ 5:14 വാക്യം, 15-14 വാക്യം കൂടെ നമുക്ക് വായിക്കാം. 5-15. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഇപ്പൊ കർത്താവ് പറയാണ്, എന്താണ് സ്നേഹം? നമുക്കറിയാം, മനുഷ്യൻ സ്നേഹത്തിന് ഒരുപാട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോരോ സ്നേഹത്തിനും നമുക്കറിയാം, ഭാര്യയോടുള്ള സ്നേഹം, മകനോടുള്ള സ്നേഹം, മകളോടുള്ള സ്നേഹം, സമ്പത്തിനോടുള്ള സ്നേഹം, ലോകത്തോടുള്ള സ്നേഹം, ഒക്കെ എല്ലാത്തിനെയും സ്നേഹം എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് അൾട്ടിമേറ്റ് സ്നേഹത്തിൻ്റെ ശക്തി എവിടെയാണ് വെളിപ്പെടുന്നത്? ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, 14 വാക്യം മുതൽ വായിക്കുമ്പോൾ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. അപ്പം കർത്താവിൻ്റെ കൽപ്പന നാം അനുസരിച്ചാലാണ് നമ്മൾ സ്നേഹിതന്മാരാകുന്നത്, കർത്താവിൻ്റെ സ്നേഹിതന്മാരാകുന്നത്. അതുപോലെ തന്നെ 5:37 യോഹന്നാൻ 5:37-38 നമുക്കത് വായിക്കാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ 5:38 മുതൽ വായിച്ചു. അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ ഇവിടെ യഹൂദന്മാരോട് കർത്താവ് പറയുകയാണ്, 37 മുതൽ വായിച്ച്, എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. യേശു ശിഷ്യന്മാരോട്, അവിടെയുള്ള യഹൂദന്മാരോട് പറയാണ്, എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവ് എന്നെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്. എന്നിട്ട് ആ സാക്ഷ്യം, ആ വചനം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നില്ല? നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. ദൈവം അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആളുകൾ ചോദിക്കും, അയച്ച ദൈവവും വന്ന ദൈവവും ഇല്ലേ? ഹല്ലേലൂയ. അയച്ചത് ദൈവമാണ്, എന്നാൽ വന്നത് ദൈവം ജഡത്തിൽ തൻ്റെ പ്രവൃത്തിയെ മനുഷ്യനുമായിട്ടുള്ള റീയൂണിയന്, തിരികെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്
നമ്മിൽ ഒരുവനാകേണ്ടതിന് അതേ ദൈവം, ആത്മാവാകുന്ന അതേ ദൈവം ഹല്ലേലൂയ അഭിഷിക്തനായ ക്രിസ്തുവിൽ വരുന്നതിനെയാണ് ഇവിടെ വസിക്കുക അല്ലെ വന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം എന്നിട്ട് പറയാണ്, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ ബൈബിൾ തിരുവെഴുത്തുകളിലുണ്ട്, ന്യായപ്രമാണ ഗ്രന്ഥങ്ങളിലുണ്ട്, പ്രവാചക ഗ്രന്ഥങ്ങളിലുണ്ട്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ തിരുവെഴുത്തുകളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശോധന ചെയ്തുകൊണ്ടിരിക്കുക, പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ഇംഗ്ലീഷിൽ വാക്ക് സെർച്ച് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ അവരെന്ത് ചെയ്യാണ്? നമ്മൾ മൊബൈലിൽ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യും അല്ലേ? നമ്മളൊരു വീഡിയോ കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പേര് ടാസ്ക് ബാറിൽ ഇട്ടിട്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് സെർച്ച് ചെയ്യുന്നത്. അപ്പം അതേപോലെ സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്വേഷിക്കുക. അപ്പം തിരുവെഴുത്തുകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ശോധന കഴിക്കുക എന്നുള്ള മലയാളത്തിലെ വാക്ക് പരിശോധിക്കാൻ തന്നെ എൻ്റെ അർത്ഥം. പക്ഷേ കുറച്ചുകൂടി ഇംഗ്ലീഷിലേക്ക് വരും സെർച്ച് ചെയ്യുക എന്നുള്ള. അപ്പം സെർച്ച് ചെയ്യുന്ന ആളുകളോട് കർത്താവ് പറയണം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ശോധന ചെയ്യുന്നത്? ആരടിയ പഴയ നിയമത്തിൽ പ്രവാചകന്മാരും മോശയും പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്തുകളിൽ നിത്യജീവനുണ്ട്, നിത്യജീവൻ നിങ്ങൾക്ക് നൽകുവാൻ ദൈവം ഒരു നാൾ ജഡത്തിൽ വരും. അപ്പോൾ നിങ്ങൾ വാസ്തവമായും ചികഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സിഹയാണ്. മെസ്സിഹയാണ് ബൈബിളിൽ ജീവൻ നൽകുന്നത്. മെസ്സിഹ വരുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്. കാരണം മെസ്സിഹയാണ് സാത്താനെ തകർക്കുക എന്ന് അവരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മെസ്സിഹ വന്ന് സാത്താന്റെ അടിമത്തത്തിലുള്ളവരെ സാത്താനെ തകർത്ത് വിടുവിച്ച് അവർക്ക് നിത്യജീവൻ കൊടുക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അന്വേഷിച്ചിട്ടും ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. ഇവരുടെ കൺമുമ്പിൽ ആരുണ്ട്? നിത്യജീവൻ നിൽപ്പുണ്ട് ആൾ രൂപത്തിൽ. ഹല്ലേലൂയ. മോശയും പ്രവാചകന്മാരും സംസാരിച്ച ആ നിത്യജീവൻ ആൾ രൂപത്തിൽ മെസ്സിഹയായിട്ട് അവിടെ മുമ്പിൽ നിൽക്കുക. അവരാരെ തേടിക്കൊണ്ട് പുസ്തകങ്ങൾ പരതിക്കൊണ്ടിരിക്കുന്നു, ആ വ്യക്തി അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. യു നോ ദാറ്റ് ഇൻ ദം there is eternal life. നിങ്ങൾക്കറിയാം ആ തിരുവെഴുത്തുകളിൽ നിത്യജീവനുണ്ട്. ഒറ്റ പ്രശ്നമേ നിങ്ങൾക്കുള്ളൂ, പക്ഷെ ജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എൻ്റെ അടുക്കൽ വരാൻ മനസ്സില്ല നിങ്ങൾക്ക്. ഹല്ലേലൂയ. നിങ്ങൾ പുസ്തകം പരിശോധിക്കാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ഈ പുസ്തകത്തിലുള്ള എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇത് വെളിപ്പെടുത്തുമ്പോഴേക്കും ഒരു കല്ലെറിയാൻ ഉള്ള മനോഭാവമാണ് ഇവർക്ക്. ഹല്ലേലൂയ. ഇന്നും യേശുവിനെ വാസ്തവമായിട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മൾ വെളിപ്പെടുത്തി ആരോട് സംസാരിക്കാൻ പോകുന്നു, അവർ നമുക്ക് ആരായി തീരും? ശത്രുവായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു മീറ്റിംഗ് കൂടി ഇവിടെ സായിബാബയെ കുറിച്ചോ അല്ലെങ്കിൽ പോപ്പ് ഗായകരെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗായകനെ കുറിച്ച് പറഞ്ഞാലും അവർക്ക് താല്പര്യമില്ലാത്ത ഒരു ആളാണെങ്കിലും അവർ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ നിൽക്കില്ല. ഇപ്പം നമ്മളൊരു ഓഡിയൻസ് വന്നിരിക്കുക, നമ്മൾ സിനിമ ആസ്വാദകരാണെങ്കിൽ നമുക്കറിയാം അതിനെ കുറേ താരങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ എനിക്കിഷ്ടമുള്ള ഫേവറേറ്റ് താരം എന്നെ ആളാണെന്ന് പറഞ്ഞാൽ മറ്റേ ആൾ അതിൻ്റെ പേര് തല്ലാനും ഒന്നും വരത്തില്ല, അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്ന് പറയാം. പക്ഷെ നമ്മൾ വാസ്തവമായി യേശുവിനെ ഉയർത്തി കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഒരു ഭിന്നത അവിടെ ഉണ്ടാകും. കാരണം ആ യേശുവിനെ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ യേശുവിൻ്റെലേക്കുള്ള അടുക്കലേക്ക് വരുവാൻ മനുഷ്യനെ തടഞ്ഞു വെക്കുന്ന ഒരു ആത്മാവ് എല്ലാവരുടെ മേലും വ്യാപരിക്കുന്നുണ്ട്. ആ ആത്മാവാണ് വാസ്തവമായും യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നിടത്ത് പ്രശ്നമായി തീരുന്നത്. യഹൂദന്മാരുടെ ഇടയിലും അതെ, ജാതികളുടെ ഇടയിലും അതെ, ഇന്നത്തെ സമൂഹങ്ങളുടെ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുന്ന പെന്തക്കോസ്തുകാരോടും യേശു ദൈവമാണ്, യേശു സമ്പൂർണ്ണ ദൈവമാണ്, യേശു മാത്രമാണ് ദൈവം, പഴയ നിയമത്തിലെ യഹോവയാണ് യേശു ക്രിസ്തു, മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും പ്രശ്നം അല്ലേ? അപ്പം എവിടെ തുടങ്ങി? യഹൂദന്മാർ തുടങ്ങി, ജാതികൾ തുടങ്ങി, ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്ന സംഘടനാ സഭകളിൽ ദൈവത്തെ മൂന്നാക്കി ചിത്രീകരിക്കുന്ന എല്ലാവർക്കും യേശു ഇടർച്ചക്കല്ലും തടങ്ങൽ പറയുക. എന്നാൽ യേശു നിത്യജീവൻ നൽകുമെന്ന് ചോദിച്ചാൽ യേശു നിത്യജീവൻ നൽകും. യേശു സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണ്. യേശു ദൈവമാണോ? അതെ. യേശു മാത്രമാണോ ദൈവം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. നമുക്ക് യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ ആരും എതിർക്കാൻ പോകത്തില്ല. ഒരുപാട് ദൈവങ്ങളുടെ കൂട്ടത്തിൽ യേശുവിനെ ദൈവമായിട്ട് മറ്റു മതക്കാർ പോലും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ ആ യേശു മാത്രമാണ് ദൈവം എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രശ്നം അല്ലേ? യേശു മാത്രമാണ് ദൈവം എന്ന് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ല അപ്പോൾ വേറെ യേശു ദൈവങ്ങളുടെ ഒരാളാണ്, ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം. യേശു ദൈവം. ഞങ്ങൾ പള്ളി പോകുമ്പോൾ ഞങ്ങൾ മെഴുകുതിരി കത്തിക്കാറുണ്ട്, അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങൾ പിന്നെ പൂജാകർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ
നേർച്ച കാഴ്ച കൊടുക്കുമ്പോൾ ഇവിടെയും കൊടുക്കും, അവിടെയും കൊടുക്കും. പക്ഷേ നിങ്ങൾ സേവിക്കുന്നതെല്ലാം പിശാചിനെയാണെന്ന് വല്ലതും അത്രയും പറയേണ്ട, യേശു മാത്രം ദൈവം എന്ന് പറഞ്ഞാലും മതി, അല്ലേ? പ്രശ്നം അവിടെ ആരംഭിക്കും. ഓക്കെ, അപ്പം പഴയ നിയമ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരിൽ 1 പത്രോസ് 1:10 പറയുകയാണ്, അവരിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്, അവരിൽ വസിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിന്നെ വരുന്ന മഹിമയെയും കുറിച്ച് ആരാഞ്ഞ് അന്വേഷിച്ചു പോന്നിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ ആര് വസിച്ചിരുന്നു? ക്രിസ്തു ആത്മാവായി വസിച്ചിരുന്നു. അപ്പോൾ ക്രിസ്തു ആത്മാവായി വസിക്കാം, വചനമായി വസിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ യേശു ക്രിസ്തു വസിക്കണം. പഴയ നിയമത്തിൽ അവരിൽ വസിച്ചിരുന്ന ആത്മാവ് ഈ അവരുടെ അധരങ്ങളിലൂടെ പ്രവചിക്കപ്പെട്ട പ്രവചനങ്ങളുടെ നിവർത്തി എപ്പോഴാണ് സംഭവിക്കുന്നത്, അത് തങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് അവർ ആരാഞ്ഞ് അന്വേഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു പറഞ്ഞ ഏറിയ പ്രവാചകന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചുവെങ്കിലും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചു എന്നിട്ടും കേട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ കാണുന്നത് കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളതാണ്. നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകണം നാം യേശുവിനെ കാണുന്നത്. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ടല്ല, അവരും ആ കണ്ണുകൊണ്ടല്ല കണ്ടത്. അവരിൽ വ്യാപരിച്ച് ആത്മീയമായി അവരിൽ വെളിപ്പെട്ട ആ യേശുവിനെ കാണാൻ കഴിയും എന്നവർ ആഗ്രഹിച്ചു. അവർ കണ്ടില്ല. അവരെ കുറിച്ച് അവർക്ക് ആ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളിൽ യേശുവിനെ കുറിച്ച് അവർക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങളെ നിവർത്തിച്ച് അവർ പ്രത്യാശയോടെ മടങ്ങി. എന്നാൽ അവർ അന്ന് കാണാത്തതിനെ ഇനി എന്ന് കാണും? തേജസ്സിൽ ഒരു നാൾ കാണും. ഹല്ലേലൂയ. പിന്നീട് അപ്പോസ്തലന്മാര് വന്ന യേശുവിനെ കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് തൊട്ടതും കേട്ടതും അനുഭവിച്ചതും അവരുടെ പ്രസംഗങ്ങൾ അവരുടെ ലേഖനങ്ങളായി, അവരുടെ എഴുത്തുകളായി, പ്രസംഗങ്ങളായി ക്രോഡീകരിക്കപ്പെട്ട് നമ്മുടെ കൈവശമുള്ള പുസ്തകങ്ങളിലൂടെ ഇന്നും അതേ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു മാത്രമാണ് ദൈവം. പഴയ നിയമത്തിൽ പഴയതിൽ നിന്ന് മുമ്പിലേക്കും പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ നിന്ന് മുന്നോട്ടും അതേ യാത്ര കാണുന്ന ഈ വേദപുസ്തകത്തിൽ നമ്മൾക്ക് ഒരു വ്യക്തിയെ കാണാനുള്ളൂ, ആത്മാവായും വചനമായും ജീവിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ യേശു ആത്മാവും വചനവുമായി നമ്മുടെ ഉള്ളിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. ആ വചനം നമ്മുടെ പ്രമാണമാണ്, ആത്മാവ് നമ്മുടെ നായകനാണ്. നമ്മളെ വചനത്തിലൂടെ നടത്തുക, വചനത്തിന്റെ സത്യത്തിലൂടെ നടത്തുക എന്നുള്ളതാണ് ആത്മാവായ ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. അപ്പോൾ പ്രധാനപ്പെട്ടതായ കാര്യം വസിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നിരവധി കോണ്ടെക്സ്റ്റുകൾ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. പല ബൈബിൾ വേർഷനുകളിലും ചിലയിടത്ത് റിസൈഡ് എന്ന് പറയാം. റിസൈഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വസിക്കുക. റെസിഡൻസി, റിസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ, എവിടെയാണ്, വേർ ഡു യു റിസൈഡ് എന്ന് ചോദിച്ചാൽ നീ എവിടെ താമസിക്കുന്നത്, അല്ലേ? അപ്പോൾ വചനം നമ്മളിൽ വസിക്കുന്നതിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ടു റിമൈൻ ഇൻ, നിങ്ങളിൽ തുടരുക. അതാണ് നമ്മൾ വായിച്ച ആദ്യത്തെ കോണ്ടെക്സ്റ്റിൽ. ടു കണ്ടിന്യൂ ഇൻ മീ, വിശ്വാസത്താൽ നിങ്ങൾ എന്നിൽ തുടരുന്നുവെങ്കിൽ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടു സ്റ്റേ, വസിക്കുക. ടു വെയിറ്റ് ഫോർ, കാത്തിരിക്കുക. ടു കീപ്പ് ഓൺ, വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ ടു പെർസിസ്റ്റ്, ടു എൻഡ്യൂർ, സഹിക്കുക. ക്രിസ്തുവിനോട് ജീവിക്കാൻ വന്നു കഴിഞ്ഞാൽ ബൈബിൾ പറയുകയാണ്, ക്രിസ്തുവിനോടുള്ള ജീവിതം ലോകത്തിൻ്റെ തരത്തിലുള്ള ഇമ്പങ്ങൾ ഉള്ള ഒരു ജീവിതമൊന്നുമല്ല. ആണോ? നമുക്കിത് വായിക്കാം. 1 തിമോത്തി 2:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലതും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മളൊരു കാര്യം കാണുകയാണ്. മാനസാന്തരത്തെ ദൈവവചനം ഓർമ്മിക്കുന്നത് മരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്നാനത്തിൽ നാം അവനോടുകൂടെ മരിച്ചു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ
ദൈവത്തോടുകൂടെ വസിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ പഴയ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മരിക്കണം, അല്ലേ? ഇവിടെ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം നാം അവനോട് മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. അപ്പൊ ഇവിടെ പൗലോസ് മരിച്ചു പോയ കുറെ ആളുകളോടൊന്നല്ല സംസാരിക്കുന്നതാണോ? അല്ല. തിമോത്തിക്ക് കത്തെഴുതുമ്പോൾ നമുക്കറിയാം എഫേസൂസിലെ സഭയ്ക്ക് ഈ കത്തെഴുതിയെന്നാണ് ഇതിന്റെ ആമുഖത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ എഫേസൂസിലുള്ള വിശുദ്ധന്മാരോട് തിമോത്തിയുടെ കത്ത്, പൗലോസിന്റെ കത്ത് തിമോത്തി വായിക്കുകയാണെങ്കിൽ പറയുകയാണ്, ഇങ്ങനെയാണ്: നാം അവനോട് മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. അപ്പം യേശുവിനോട് കൂടെ ജീവിക്കണമെങ്കിൽ ആദ്യമായി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പാപം സംബന്ധിച്ച്, നമ്മുടെ പഴയ മനുഷ്യന്റെ സ്വഭാവം സംബന്ധിച്ച് നമ്മൾ മരിക്കാതെ എന്ത് ചെയ്യാൻ കഴിയില്ല? യേശുവിനോട് ജീവിക്കാൻ കഴിയില്ല. കാരണം യേശു നമ്മളിൽ പാപസംബന്ധമായി നാം ജീവനിൽ തുടരുകയും അതേസമയം ജീവന്റെ ജീവനായ വിശുദ്ധനായ യേശു നമ്മൾ വസിക്കുകയും ചെയ്യുക ഇമ്പോസിബിൾ ആണ്. അതിന് മാനസാന്തരം, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്. പല ആളുകളും പറയും മാനസാന്തരം ഒന്നും ആവശ്യമില്ല, വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. പട്ടത്തെ സഭകളെല്ലാം പറയുന്നത് മാനസാന്തരത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷേ കൺവെൻഷനൊക്കെ മാനസാന്തരം പ്രസംഗിക്കും. എന്താണ് മാനസാന്തരം എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ കർത്താവ് അടുക്കൽ ചില ശിശുക്കളെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ ശിശുക്കളെ കർത്താവിൻ്റെ അടുക്ക വരാതിരിക്കേണ്ടതിന് കുട്ടികളെ, അമ്മമാരാണെന്ന് തോന്നുന്നു, കുട്ടികളെ കൊണ്ട് വന്നപ്പം ശിശുക്കളെ അമ്മമാരെ തടഞ്ഞു. അപ്പോൾ കർത്താവ് അവരോട് പറയണം, ഈ ശിശുക്കളെ എന്ത് ചെയ്യരുത്? തടയരുത്. എന്നിട്ട് പറഞ്ഞു, അവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യമുള്ളത്. അപ്പോൾ നമുക്കറിയാം ശിശുക്കളാരും തന്നെ എന്തെങ്കിലും എന്തുള്ളതായിരിക്കില്ല, ഒരു കാര്യം ചിന്തിച്ച് ബോധപൂർവം ഒരാളെ അപായപ്പെടുത്തണമെന്നോ ബോധപൂർവം എന്തെങ്കിലും കൈക്കലാക്കണമെന്നോ ഒന്നും ഒരു 4-5 വയസ്സോ അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു വിചാരം ഉണ്ടാവുമോ? ഇല്ല. അവരുടെ അമ്മ പറയുന്ന മോനെ എന്താണോ അതാണ് ശരി, അവർക്ക് അതാണ് വിശ്വസിക്കുന്നത്, അതാണ് അവരുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണം. കാരണം ശാസ്ത്രം പോലും പറയുന്നത് ഒരു കുട്ടി ജനിച്ച് 7-8 വയസ്സ് വരെയും അതിൻ്റെ തലച്ചോറ് ബ്ലാങ്ക് ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിയാൽ, നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന കമ്പ്യൂട്ടർ അതിനകത്ത് വെക്കുന്ന ഒരു ഹാർഡ് ഡിസ്ക് കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മളാണ് അതിനകത്ത് പ്രവർത്തിക്കാനുള്ള സോഫ്റ്റ്വെയർ നിക്ഷേപിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ അതിനകത്ത് നിന്ന് ചോദിക്കുന്ന കാര്യങ്ങളെ ഇൻ്റർനെറ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എടുക്കുന്നത്. അതേപോലെയാണ് ഒരു ശിശു ലോകത്തിലേക്ക് ജനിച്ചു വരുമ്പം അതിന് സയൻസിനെ കുറിച്ചോ ശാസ്ത്രത്തെക്കുറിച്ചോ ജീവജന്തുക്കളെക്കുറിച്ചോ നല്ലതിനെക്കുറിച്ചോ ചീത്തയെക്കുറിച്ചോ തീയെക്കുറിച്ചോ അപകടത്തെക്കുറിച്ചോ ഒന്നും അതിനെ അറിഞ്ഞുകൂടാ. പിന്നീട് അതിനുള്ളിലേക്ക് സമൂഹവും അധ്യാപകരും മാതാപിതാക്കളും കൊടുക്കുന്നതാണ് അതിൻ്റെ ശരികൾ. അതേതെങ്കിലും ഒരു പർട്ടിക്കുലർ മതത്തിൽ ജനിച്ചു വളരുന്ന ഒരു ശിശുവാണെങ്കിൽ ആ മതത്തിൽ അതിനെ കുഞ്ഞുനാളിൽ കൊണ്ടുപോയി കാണിക്കുന്ന വിഗ്രഹങ്ങളിലും അവിടെ നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അവർക്ക് ദൈവം മോനെ ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് ദേവൻ, ഇതാണ് ദേവി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ രൂപം കൊള്ളുന്ന ഒരു ദേവസങ്കല്പമുണ്ട്. അപ്പോൾ അത് നടന്നു വരുന്ന വഴിയിൽ മറ്റൊരു ആരാധനാലയം കാണുമ്പോൾ അത് വേറൊരു മതത്തിൻ്റെയാണെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ വിവിധ മതങ്ങളിൽ വിവിധ മാതാപിതാക്കൾക്ക് ജനിച്ചു വളരുന്നവർക്ക് അവരുടേതായ മത ദൈവങ്ങളെ എല്ലാം ഉണ്ടാക്കി ആ കുഞ്ഞുങ്ങളെ ശിരസ് തലയ്ക്കുള്ളിലേക്ക് നിക്ഷേപിക്കുന്നത് സമൂഹമാണ്. അതിൻ്റെ ആ കുഞ്ഞ് ഇത്തരം കാര്യങ്ങളിലേക്ക് അതിന് ശ്രദ്ധ കൊടുക്കുന്നതിന് മുമ്പുള്ള അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. അതിന് പ്രതികാര ചിന്തകളില്ല, കോപമില്ല, താപമില്ല, ദേഷ്യമില്ല, വികാരങ്ങളില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനം തിരിഞ്ഞ് എന്തായി തീരണം? ഈ ശിശുക്കളെ പോലെ ആകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ? സ്വർഗരാജ്യമുള്ളൂ. അപ്പം നമ്മളുടെ പാപപങ്കിലമായ മനസ്സ് ദൈവത്തിങ്കിലേക്ക് തിരിയണമെങ്കിൽ നാം ഒരു അനുതാപത്തിലേക്ക്, ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു പോകണം. മാനസാന്തരപ്പെടുത്താൻ കഴിയാവുന്ന ഒരു മരുന്നും ഈ ലോകത്തിലില്ല. അങ്ങനെയുണ്ടെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടാൻ കഴിയുന്ന മരുന്നും ഒരു പാപിയെ മാനസാന്തരപ്പെടുത്തിയെടുക്കാൻ, ഒരു കുറ്റവാളിയെ, ഒരു കൊലയാളിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കിട്ടുന്ന ഒരു തുള്ളി മരുന്നിന് 1,00,000 രൂപയാണെങ്കിലും ആളുകൾ മേടിക്കുമായിരുന്നു. പക്ഷേ ഈ ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കോ മതങ്ങൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ കർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ ധ്യാനങ്ങൾക്കോ ബലികൾക്കോ ഒന്നും ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ നാം സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ വന്നാൽ അവൻ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകും.
അപ്പം മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്ന ഒരു വ്യക്തിയിലാണ് യേശു വസിക്കുന്നത്. അങ്ങനെ യേശു നമ്മിൽ വസിക്കുന്നെങ്കിൽ യേശു പറഞ്ഞു നിങ്ങൾ ഏറെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. അല്ലേ? യേശു പറഞ്ഞു ആരെന്നിലും നിങ്ങൾ എന്നിലും വസിക്കുന്നുവെങ്കിൽ അവനേറെ ഫലം കായ്ക്കും. അപ്പം നിങ്ങളെ ഫലം കായ്ക്കാനായി ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ ഒട്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ കായ്ക്കാത്തതിനെ കായ്ക്കേണ്ടതിന് ആ കൊമ്പുകളെ നീക്കി വെട്ടി ഒരുക്കുന്നു. ഇപ്പം നമുക്കറിയാം ചെടികളെ പ്രൂൺ ചെയ്യുന്നത് കായ്ക്കാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മളിൽ ക്രിസ്തുവിൻ്റെ ഫലം കായ്ക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെതല്ലാത്തതായ എല്ലാ തലങ്ങളെയും ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ വചനം നമ്മെ വെട്ടിക്കളയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധ്യയും മജ്ജയും പ്രാണനെയും ആത്മാവിനെയും തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ ചിന്തനങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ദൈവവചനത്തിന് മാത്രമേ നമ്മളെ നമ്മളിൽ മുറിച്ചു മാറ്റേണ്ടതായ, ദൈവത്തിന് അയോഗ്യമായത്, നമുക്ക് പ്രയോജനമില്ലാത്തത്, നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന തിന്മയിൽ നിന്ന്, പാപപങ്കിലമായ സ്വഭാവത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മിൽ രൂപപ്പെട്ടു വരുന്ന പാപചിന്തകളും തിന്മയുടെ പ്രവൃത്തികളിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ കഴിയുന്നത് യേശുവിന് മാത്രമേ ഉള്ളൂ. ആ യേശു തൻ്റെ ആത്മാവിൽ നമ്മളോട് ഇടപെടുന്നുവെങ്കിൽ നമുക്ക് മാനസാന്തരത്തിലേക്ക് നടക്കാൻ കഴിയും. അങ്ങനെ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയിലാണ് യേശു വസിക്കുന്നത്. അങ്ങനെ യേശു നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ഫലം കായ്ക്കണം. യേശു എന്നിൽ വസിക്കുന്നു എന്ന് പറയുകയും ഞാൻ എൻ്റെതായ സ്വഭാവങ്ങൾ കായ്ക്കുകയും എൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും എൻ്റെ പിതാക്കന്മാരിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്തതും എനിക്ക് തലമുറകളായി കിട്ടിവന്ന കുടുംബപരമായ സ്വഭാവങ്ങളും ഒരാൾ ഇന്ന കുടുംബം അല്ലെങ്കിൽ ഇന്ന വ്യക്തി നമുക്ക് ശത്രുവാണ്, അവൻ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന ചിന്തകളുമാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊത്തി നിറയ്ക്കുന്നതെങ്കിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. യേശുവല്ല നിന്നിൽ വസിക്കുന്നത്, ലോകമാണ്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ അധിപതിയാണ് നമ്മിൽ വസിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. 1 യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാം 4:15. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവൻ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ദൈവപുത്രനാണ്. അങ്ങനെ അപ്പൊ നമ്മൾ ഇതൊക്കെ ബൈബിളിലെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് കിടക്കും. ദൈവത്തിൽ 3 ആളുകളോടൊപ്പം പറഞ്ഞത് യേശു ദൈവപുത്രൻ. എന്താണ് ദൈവപുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം? ദൈവം ജഡത്തിൽ, അല്ലേ? എന്താണ് ദൈവപുത്രൻ? ദൈവം ജഡത്തിൽ നിന്നാണ്. അപ്പൊ ദൈവമാണ് ജഡത്തിൽ വസിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവനിൽ എന്ത് ചെയ്യുന്നു? ദൈവം വസിക്കുന്നു. എങ്ങനെ ദൈവം ഒരു പുത്രനിൽ ഭൂമിയിലേക്ക് എന്തിനു വസിക്കാൻ വന്നത്? ഇന്നും ദൈവപുത്രൻ എന്നുള്ള നിലയിൽ യേശു മാംസത്തിൽ വസിക്കുന്നുണ്ടോ? ഇല്ല. യേശു ദൈവപുത്രനായി ഈ ലോകത്തിലേക്ക് വന്ന പാപത്തിന്റെ അഴിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വാക്യമില്ലേ? പാപത്തിന്റെ കെട്ടുകളെ ബന്ധനങ്ങളെ അഴിക്കാനത്രേ അങ്ങനെ ഒരു വാക്യമുണ്ടോ? 1 യോഹന്നാനിൽ ഇല്ല പാസ്റ്ററെ? ദൈവപുത്രൻ പ്രത്യക്ഷമായത് 1 യോഹന്നാൻ 2 തോന്നുന്നു. അപ്പം ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്തിനാണ്? പാപത്തിന്റെ കെട്ടുകളെ അഴിക്കുക. എങ്ങനെയാണ്? നിഷ്കളങ്ക രക്തം പിശാചിന്റെ ബന്ധനത്തിൽ ഇരിക്കുന്നവരെ വിടുവിക്കേണ്ടതിന്, നിഷ്കളങ്ക രക്തം മറുവിലയായി കൊടുത്ത് വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവപുത്രനായി ദൈവം ലോകത്തിലേക്ക് വരുന്നത്. ആ യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവമാണ് ദൈവപുത്രനായി ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരിൽ ആര് വസിക്കുന്നു? ദൈവം വസിക്കുന്നു. അപ്പൊ ദൈവം വസിച്ചിട്ടല്ലാതെ, ദൈവം നമ്മിൽ വസിച്ചിട്ടല്ലാതെ, ആ ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിച്ചിട്ടല്ലാതെ നമുക്കൊരിക്കലും ഒരു ദൈവപുത്രന്റെ സ്വഭാവത്തിലേക്ക് വളരുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ആ ഏറ്റവും ഉദാത്തമായ ഫലം നമ്മൾ അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും ദൈവവചനത്തിലുള്ള പരിജ്ഞാനത്തിൻ്റെ പ്രാപ്തിക്കും ഒത്തവണ്ണം പോകെ നമുക്കറിയാൻ കഴിയും നമ്മൾ വിശ്വാസത്തിൽ ഉയർന്ന തലങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മിൽ ക്രിസ്തു ജീവിക്കുന്നതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടവർക്ക് മനസ്സിലാകണം യേശു ഈ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളത്. 1 യോഹന്നാൻ 3:6 നമുക്കൊന്ന് വായിക്കാം. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്.
അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വസിക്കുന്നുവെന്ന് അടിക്കടി പറയുകയും ചെയ്യുന്നത് പാപമാണെങ്കിൽ പിന്നെ നമ്മളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, അല്ലേ? ദൈവം എന്നിൽ വസിക്കുന്നുണ്ട്, ഞാൻ ദൈവപുത്രനാണ് എന്നൊക്കെ പറയുകയും പാപത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുന്ന കളവാണ്. അങ്ങനെയുള്ളവരിൽ ദൈവം വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ദൈവമാണ് നമ്മൾ വസിക്കുന്നെങ്കിൽ നാം പാപം ചെയ്യുന്നില്ല. എന്നാൽ നാം ജഡത്തിലിരിക്കുമ്പോൾ നമ്മുടെ ജഡം വീണ്ടെടുക്കപ്പെടാത്തതുകൊണ്ട്, ജഡം വിശുദ്ധീകരിക്കാത്തതുകൊണ്ട് ഈ ജഡത്തിൻ്റെതായ സ്വഭാവങ്ങൾ നമ്മെ പലപ്പോഴും സാഹചര്യങ്ങൾക്കനുസൃതമായി പാപത്തിനെ പ്രേരിപ്പിക്കുകയും നമ്മൾ വശംബദ്ധരായി തീരുകയും, മനഃപൂർവ്വമല്ല, പാപം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ സംഭവിക്കുകയും ചെയ്താൽ നമുക്ക് ദൈവസേനയിൽ ഒരു കാര്യസ്ഥനുണ്ടെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി അവനോട് ഏറ്റുപറയണം, അയ്യോ കർത്താവേ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല, അറിയാതെ സംഭവിച്ചു പോയതാണ്, എന്നോട് പൊറുക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം പുറത്തു തരും. നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ഒരു മനുഷ്യനോടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യമായ മനുഷ്യനോടും എന്ത് ചെയ്യണം? കർത്താവേ, സഹോദര സഹോദരി, എന്നോട് പൊറുക്കണം, ഞാൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തി ബോധപൂർവം ചെയ്തതല്ല, നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുവാൻ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ, നഷ്ടം വരുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല, അതിന് ഞാൻ എന്നാൽ കഴിയുന്ന പരിഹാരം ചെയ്യാൻ ഒരുക്കമാണ്, നഷ്ടമാണെങ്കിൽ നികത്താൻ ഒരുക്കമാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് നാം ദൈവത്തോട് ആ ക്ഷമ ചോദിച്ചാൽ നമ്മുടെ കർത്താവ് അപ്പോൾ തന്നെ പുറത്തു തരും. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആ നമ്മിലുള്ള ദൈവത്തിൻ്റെ വസതി സ്ഥിരമായി തുടരുകയുള്ളൂ. നമുക്കറിയാം, വലിയ ആത്മീയരായി തുടങ്ങിയിട്ട് ദൈവം വസിക്കുന്നവരെന്നുള്ള നിലകളിലുള്ള തെളിവുകൾ ലോകത്ത് കാണിക്കപ്പെട്ടിട്ടും പിന്നീട് പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും ദൈവമില്ലാതെ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത്ഭുതങ്ങൾ അടയാളങ്ങളും ഇന്നും അവരുടെ ശുശ്രൂഷയെ അകമ്പടി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൽ അനവധി, നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്ന അനവധി ദൈവദാസന്മാരുണ്ട്. വലിയ വലിയ പ്രവർത്തികൾ ദൈവം ചെയ്തിട്ടും, ദൈവസേനയെ വിട്ടകന്ന് ദൈവം വെറുക്കുന്ന വ്യഭിചാരം തുടങ്ങിയ പാപങ്ങൾ ചെയ്തിട്ടും, അനേകരത് കണ്ടുപിടിച്ച് ആ ജനങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടും ഇന്നും അതേ അഭിഷേകമുള്ള ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ നാമം അനേകർക്ക് വേണ്ടി, അനേകർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി അവരെ ഉപയോഗിച്ചേക്കാം. പക്ഷേ ഇവർ ചെയ്തതിന് അവർ ഒരു നാളും ദൈവം അവരോട് ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം ദൈവം പൊറുക്കാത്ത, ദൈവം വെറുക്കുന്ന പാപങ്ങൾ ചെയ്തുകൊണ്ടും ദൈവവേല ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരാലോചിക്കണം, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണോ? ദൈവം വസിക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ മാപ്പപേക്ഷിക്കാം. എന്നാൽ അതിൽ തുടരുകയാണെങ്കിലോ ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും എന്ത് ചെയ്യില്ല? വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. നമ്മൾ പാപപ്രവർത്തികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്ന വിട്ടുപോകും. പിന്നീട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് അലളിയ ഒരു അനുതാപത്തിലേക്ക് നടത്തുവാനൊരു അവസരം നമുക്ക് തരില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് ദൈവത്തിൽ വസിക്കുക, ദൈവത്തോടുകൂടെ വസിക്കുക, ദൈവവചനത്തിൽ വസിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടങ്ങളിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പരിശോധനയിൽ ഏറ്റവും ആധികാരികമായി നമുക്ക് വിശ്വസിക്കുവാനും പറയാനും കഴിയുന്നത്, നാം ഒരു ദിവസം ഒരു പകലിൻ്റെ അന്തി കഴിഞ്ഞ് നാം കിടക്കയിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ഒന്ന് പുനഃപരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കാഴ്ച കൊണ്ടോ കേൾവി കൊണ്ടോ ഒരുത്തിനും ഇടർച്ചയോ, എൻ്റെ മനസാക്ഷിക്കും ദൈവത്തിന് മുമ്പാകെ പാപഹേതുവായ ദൃശ്യങ്ങൾ കാണുകയോ, അത്തരം കാര്യങ്ങൾ കേൾക്കുവാനുള്ള വാസന ഞാൻ സൂക്ഷിക്കുകയോ, മറ്റൊരുത്തിന് ഇടർച്ചയ്ക്കും ബുദ്ധിമുട്ടിനും നഷ്ടത്തിനും കാരണമാകുന്ന കാര്യം ഞാൻ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവേ, എന്നോട് പൊറുക്കണമേ. അതിനെ വന്ന വീഴ്ച ആർക്ക് ഞാൻ മൂലം ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ അവരോട് ഞാൻ മാപ്പപേക്ഷിക്കാൻ ഒരുക്കമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുണ്ടാവണം. കാരണം തെറ്റുകൾ ചെയ്യുന്നത് കേവലം ദൈവത്തോട് ഏറ്റുപറയുന്നത് കൊണ്ട് മാത്രം ദൈവം ക്ഷമിച്ചു തരികയില്ല. നമുക്കറിയാം, ബൈബിളിലെ ഒരു കഥാപാത്രമാണ് സക്കായി എന്നൊരു മനുഷ്യൻ, അല്ലേ? ഈ സക്കായിക്ക് യേശു കടന്നു പോകുന്നത് കണ്ടപ്പോൾ യേശുവിനെ കാണാനുള്ള ആഗ്രഹ നിമിത്തം അവൻ വളരെ ഉയരം കുറഞ്ഞവനാണെങ്കിലും അള്ളിപ്പിടിച്ചൊരു മരത്തിൽ കയറി ഇലച്ചില്ലകൾക്കുള്ളിൽ മറഞ്ഞിരുന്നു കൊണ്ട് യേശുവിനെ അവൻ നോക്കിക്കൊണ്ടിരുന്നു.
എന്നാൽ യേശുവിന് ഒരുവനെ കാണണമെങ്കിൽ ഈ ചില്ലകളുടെ മറവൊന്നും പ്രശ്നമല്ല. യേശു ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് യേശു അവിടെ വന്നിട്ട് നേരെ താഴെ നിന്നിട്ട് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ. അവൻ്റെ ഉള്ളിലെ ആശ ദൈവം കണ്ടു. അവന് യേശുവിനെ കാണാനുള്ളവൻ്റെ ആഗ്രഹം അവൻ്റെ ഉള്ളിലുള്ളത് അറിഞ്ഞ് യേശു പറയാണ്, വേഗം ഇറങ്ങി വാ, നിന്റെ വീട്ടിൽ ഇന്ന് എനിക്ക് പാർക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആ യേശുവിൻ്റെ സാമീപ്യം അവനെ അനുതാപത്തിലേക്ക് നയിച്ചു. യേശു അവനോടൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും അപഹരിച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഇരട്ടിയായി ഞാൻ മടക്കി കൊടുക്കുന്നു. ആമേൻ. യേശുവിൻ്റെ സാമീപ്യം, യേശുവിൻ്റെ വചനം ഉള്ളിലേക്ക് വരുമ്പോൾ ആ വചനം നമ്മളെ ഡിസൈൻ ചെയ്യും, വിവേചനം ചെയ്യും. യേശു ഒരാൾ ഉള്ളിൽ വന്നു എന്ന് പറയുകയും ആ യേശു നമ്മിൽ ക്രിയ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ യേശു അല്ല പ്രശ്നം, നീ പറയുന്നത് കളവാണ്. യേശു നിന്റെ ഉള്ളിൽ വന്നിട്ടില്ല. യേശു നിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പാപത്തെക്കുറിച്ച് നിനക്കൊരു അനുതാപം ഉണ്ടാകും, നിനക്കൊരു മനസ്താപം ഉണ്ടാകും. അത് നീ ഏറ്റുപറയുകയും ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യും. സക്കായിക്ക് അതുണ്ടായി. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീയും അബ്രഹാമിൻ്റെ സന്തതിയാകുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. അതുകൊണ്ട് കൃപയാൽ യേശു കർത്താവിനെ ആത്മാവിലും സത്യത്തിലും അവൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയുവാനും ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ പറുദീസയിൽ നമുക്ക് അവസരം തരുവാനും ഒരുക്കി സ്വർഗത്തിലേക്ക് പോയി മടങ്ങി വരാനിരിക്കുന്ന കർത്താവ് ആ വചനത്തിൽ വസിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ആളുകൾ നമ്മൾ പൊതുവായി പറയുക വചനം ധ്യാനിക്കുകയായിരുന്നു. നമ്മൾ വചനം ധ്യാനിക്കുന്നത് എങ്ങനെയാണ് വചനം ധ്യാനിക്കുന്നത്? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു വചനം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഈ വചനം നമ്മളിലേക്ക് എന്ത് ചെയ്ത് വരും? എൻ്റെ കാര്യം ഞാൻ പറയാം, തികട്ടി വരും. ചില വചനങ്ങൾ വരും, നമുക്ക് ആ വചനം ഏതാണ്, അപ്പോൾ ആ വചനത്തോട് അനുബന്ധമായ മറ്റു വചനങ്ങൾ നമ്മൾക്ക് വരും. അതിൻ്റെ കൊട്ടേഷൻ നമ്പർ എന്നൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ ഒരു ഒരു ചിന്തയിലേക്ക്, ഒരു പ്രസംഗത്തിലേക്ക്, ഒരു പ്ലോട്ടിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ വചനം നമ്മൾ കേട്ടും മറക്കാതെ എന്ന് അതിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് കഴിഞ്ഞാൽ ആ വചനം അവിടെ ഇരുന്ന് വളരാൻ തുടങ്ങും. ആ വചനം നമ്മുടെ ആത്മാവിൽ ഇടപെട്ട് തുടങ്ങും. ആ വചനം നമ്മുടെ ജീവിതത്തെ അകത്ത് നിന്ന് പുറത്തേക്ക് പണിയാൻ ആരംഭിക്കും. അതാണ് വചനം ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം, വചനം, ദൈവവചനത്തെ ബൈബിൾ പഠിപ്പിക്കുന്ന അപ്പം അല്ലേ? വചനം അപ്പമല്ലേ? ആത്മാവിൻ്റെ അപ്പമാണ് ദൈവവചനം. അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ച് അതിലുള്ള പോഷകങ്ങളൊക്കെ, ന്യൂട്രിയൻസൊക്കെ നമ്മുടെ ഡൈജസ്റ്റ് ചെയ്യുന്നിടത്തുനിന്ന് ആ ഉദരത്തിലുള്ള ആ ഏറ്റവും പുറത്തെ ഏറ്റവും ഭക്ഷണമായിട്ട് എടുത്തു കിടക്കുന്ന ആ പാളിയിൽ വെച്ചിട്ടാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിൽ പിന്നെ രക്തമായും പിന്നെ ന്യൂട്രീഷനായിട്ടും പ്രവർത്തിക്കുന്നത്. അതേപോലെയാണ് നമുക്കറിയാം, വചനം ഭക്ഷിക്കുമ്പോഴും വചനം നമ്മുടെ ആത്മാവിൽ എന്ത് ചെയ്യണം? ക്രിയ ചെയ്തുകൊണ്ടിരിക്കണം. അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, ചില തരം ജീവജന്തുക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ പശുക്കൾ, എരുമ, ആ വർഗത്തിലുള്ള ഈ ജന്തുക്കൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? വെട്ടി വിഴുങ്ങിയതിന് ശേഷം എന്ത് ചെയ്യും? തിരിച്ചെടുത്തുകൊണ്ട് വരില്ലേ? ആ ഒരു തിന്നുമ്പം ഒരു 10 കിലോ പുല്ല് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാലും ഈ 10 കിലോ പുല്ല് പിന്നെ അത് പോയി കിടന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ചെടുത്തുകൊണ്ടൊന്ന് വായിലിട്ട് ഇങ്ങനെ അരച്ച് അതിൻ്റെ മുഴുവൻ ജ്യൂസ് എടുത്തിട്ടാണ് അത് കഴിക്കുന്നത്. അതിനെ നമ്മൾ ദൈവവചനത്തിൻ്റെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും? നമ്മൾ കേട്ടുപോകുന്ന വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ധ്യാനിക്കുന്നതിനെയാണ് ന്യായവർക്കമായിട്ട് പറയുന്നത്. അതുങ്ങൾ ആ ഫുഡ് ആസ്വദിക്കുന്നത്, അത് എൻജോയ് ചെയ്യുന്നത്, കിട്ടുന്ന വഴി എൻജോയ് ചെയ്യുന്നില്ല, അത് കിട്ടുന്ന വഴി അടിച്ചു തീർക്കുക ചെയ്യുന്നത്. കിട്ടുന്ന വഴി അത് അടിച്ചാൽ വയറ്റിക്കൊണ്ടിടും, പിന്നെ അത് തിരിച്ചെടുത്തുകൊണ്ട് വരും. അതേപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം കൈക്കൊള്ളുന്ന കേട്ടുപോകുന്ന വചനങ്ങൾ കേവലം കേട്ടു മറക്കാതെ, യാക്കോബിന്റെ ലേഖനത്തിൽ തന്നത് പ്രവർത്തിക്കുന്നവരായി കൂടെ നാം മാറണം. വചനം കേട്ട് മറക്കുന്നവരാകാതെ അതിനെ
പ്രവർത്തിക്കുന്നവർ കൂടെ ആകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നിൽ വിശ്വസിച്ച, ദൈവവചനത്തിൽ വിശ്വസിച്ചവരായ യഹൂദന്മാരോട് കർത്താവ് അങ്ങനെ പറഞ്ഞു. ഇന്ന് ഈ പകലിൽ നാം കേട്ട വചനം നമ്മളിൽ ധ്യാനമാകുവാൻ, അത് നമ്മുടെ ജീവൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഒരവസരം കൂടി നൽകിയതിനായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിലെമ്പാടും കർത്താവിൻ്റെ വിശുദ്ധന്മാർ വിവിധ രാജ്യങ്ങളിൽ, വിവിധയിടങ്ങളിൽ സമയത്തിൻ്റെ വ്യത്യാസം പരിഗണിച്ചാൽ തന്നെയും ഞായറാഴ്ച പകൽ അന്തിയോളം വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനേക വിശുദ്ധന്മാർ ഈ ലോകത്തിലുണ്ട്. ഇന്ന് ഈ ലോകം തിന്മയിൽ വീണ് നിബന്ധിക്കാത്തതിൻ്റെ കാരണവും ഒരു ഭാഗത്ത് കർത്താവിൻ്റെ നീതിമാന്മാർ വസിക്കുകയും ദൈവത്തിൽ വസിക്കുകയും ദൈവവചനം അവരിൽ വസിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തന്മാരെ ഇവിടെ നിന്ന് മാറ്റുന്നതോടുകൂടി ആ സന്തുലനാവസ്ഥ ഈ ഭൂമിക്ക് നഷ്ടപ്പെടുകയും ഈ ഭൂമി ദൈവം തീക്കായി ഒരുക്കി വച്ചിരിക്കുന്നതും ഞങ്ങൾ കുറിവാക്യത്തിന് മുമ്പായി വായിച്ച ആ പ്രതികാര ദിവസത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യും. ഞങ്ങൾ കേട്ട വചനം ഞങ്ങളെ ന്യായവിധിയിലേക്ക് തള്ളിയിടാനിടയാകാതെ ഞങ്ങളുടെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് കാണുന്നവരും ഇനി കാണാനിരിക്കുന്നവരുമായവരെയും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ഓൺലൈനിലും ഓഫ്ലൈനിലും ഇന്ന ദിവസം ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, ദാസിമാർ, കർത്താവെ അങ്ങേ സ്നേഹിക്കുന്ന മക്കൾ, അവരുടെ കുടുംബത്തിൽ നിരവധി അനവധി ആവശ്യങ്ങളുണ്ടെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. രോഗികളായവർ, സാമ്പത്തികമായ വിഷയങ്ങൾ ഭാരപ്പെടുന്നവർ, കുടുംബ പ്രശ്നങ്ങളാൽ ഐക്യതയില്ലാതെ ഭിന്നതയിലും കലഹത്തിലും കഴിയുന്നവർ, അലളിയ രോഗക്കിടക്ക അങ്ങ് മാറ്റിവരിക്കണമേ. സാമ്പത്തിക വഴികളെ തുറക്കണമേ. ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കണമേ. കുഞ്ഞുങ്ങൾക്ക് നല്ല ജീവിത പങ്കാളികളെ കൊടുക്കണമേ. വിവാഹിതരായവർക്ക് നല്ല തലമുറകളെ കൊടുക്കണമേ. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവർക്ക് ആശ്വാസം പകരണമേ. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല മഹത്വവും പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു.